Angamali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂരിലെ കർഷകരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഇറിഗേഷൻ പമ്പ് ഹൗസുകൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. കാഞ്ഞൂർ, എടനാട്, തിരുവലഞ്ചുഴി, മുരിയമംഗലം, ചെങ്ങൽ, പുളിയാമ്പള്ളി എന്നിവിടങ്ങളിലെ LI സ്കീമുകളാണ് സന്ദർശിച്ചത്. കാഞ്ഞൂരിലെ കർഷകരുടെ നിരന്തരമായ പരാതികൾ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഇറിഗേഷൻ പമ്പ് ഹൗസുകൾ പഞ്ചായത്ത് ഭരണസമിതി സന്ദർശിച്ചു. പരാതികൾ ഗൗരവം ഏറിയതാണെന്നും ഇറിഗേഷൻ പമ്പുകളിലെ പോരായ്മകൾ എല്ലാം വസ്തുതാപരമാണെന്നും ബോധ്യപ്പെട്ടതായി പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കാഞ്ഞൂരിൻ്റെ കീഴിലുള്ള വിവിധ പമ്പ് ഹൗസുകളെ നേരിട്ട് സന്ദർശിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി കർഷകരുടെ ഭാഗത്തു നിന്നും സാധാരണക്കാരായ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും വളരെയധികം കർശനമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഒരു മാസക്കാലമായി നിരന്തരം ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളെ ബന്ധപ്പെടുമ്പോൾ ഒട്ടുമിക്ക പമ്പ് ഹൗസുകളിലും ഓപ്പറേറ്റർമാർ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. 8 മണിക്കൂർ വെച്ച് ഒരാൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ 5 പേർ വേണ്ടിടത്ത് 3 പേരും, 4 പേർ വേണ്ടിടത്ത് 2 പേരും 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ എംപ്ലോയ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും HR-മാരെ മാറ്റിയൊക്കെയാണ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വരൾച്ചയും ബുദ്ധിമുട്ടും അനുഭവിക്കാൻ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ നാട് മുഴുവൻ വരൾച്ച വന്ന് കൃഷി സാധനങ്ങളെല്ലാം നശിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഏറിയ സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഫെബ്രുവരി അവസാന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇനി കിടക്കുകയാണ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ കിടക്കുകയാണ്. ഈ 3 മാസക്കാലം അതിവരൾച്ച രൂക്ഷമാകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുപോയാൽ അതിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും AHCയെയും AEയെയും ബഹുമാനപ്പെട്ട ആലുവയുടെ പ്രിയങ്കരനായ MLA ശ്രീ അൻവർ സാദത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മീറ്റിംഗ് കൂടി ആലുവയിൽ. അതിനുശേഷം കാഞ്ഞൂർ പഞ്ചായത്തിൽ കാഞ്ഞൂരിൻ്റെ വിവിധ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളെ സംബന്ധിച്ചുള്ള പരാതികൾക്കായി വിളിച്ചുകൂടി. എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും കൃത്യമായി ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി. ഇത്രയും നിരന്തരമായ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 2-3 ദിവസങ്ങളായി എംപ്ലോയ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട്, എംപ്ലോയ്മെൻറ്റിൽ നിന്നുള്ള എംപാനൽകാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ആവശ്യകത അംഗീകരിച്ചു വന്നിട്ടുണ്ട്. നിലവിൽ എല്ലായിടത്തും ആളുകളായി എങ്കിലും പൂർണ്ണമായ ആളുകളാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. 8 മണിക്കൂർ വീതം ഓരോരുത്തർക്കും ഡ്യൂട്ടി കൊടുത്താൽ കൃത്യമായി അവർക്ക് ഡ്യൂട്ടി ചെയ്യാൻ വരുന്ന സമയത്ത് കറണ്ട് പോകുന്ന അവസ്ഥയുണ്ട്. ആ കറണ്ട് പോകുന്ന സമയം കൂടി അധികരിച്ചടിക്കണമെങ്കിൽ കൃത്യമായി എല്ലായിടത്തും ഇതുപോലെ തന്നെ ആളുകൾ കൂടുതൽ ആവശ്യമാണ്, ഓപ്പറേറ്റർമാർ കൂടുതൽ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഓപ്പറേറ്റർമാരെ എത്രയും വേഗം വെക്കണം എന്നുള്ളത് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ശക്തമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെടുകയാണ്. കാഞ്ഞൂർ, എടനാട് LI സ്കീം, തിരുവലംചുഴി LI സ്കീം, മുരിയമംഗലം LI സ്കീം, ചെങ്ങൽ LI സ്കീം, പുളിയാമ്പള്ളി LI സ്കീം തുടങ്ങിയവയാണ് സന്ദർശനം നടത്തിയത്. എല്ലാ പമ്പ് ഹൗസുകളിലെയും മോട്ടോറുകൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. തിരുവലംചുഴി സ്കീം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമേഖലയായി മാറുകയാണ്. 9, 10, 11, 12, 13 വാർഡുകളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം കൃത്യമായി സമയങ്ങളിൽ എത്തുന്നില്ല. മോട്ടോറുകൾ എല്ലാം തന്നെ പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകളാണ്. കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി എത്രയും വേഗം കർഷകരുടെ ദുരിതത്തിന്, ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ കർശനമായ നിലപാടുകളിലേക്കും ശക്തമായ സമര തീരുമാനങ്ങളിലേക്കും കടക്കേണ്ടി വരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ അറിയിച്ചു. എല്ലായിടത്തും മോട്ടോറുകൾ കംപ്ലൈൻ്റ് ആണ്. എല്ലാ പമ്പ് ഹൗസുകളിലും മോട്ടോറുകൾ കംപ്ലൈൻ്റ് ആണ്. ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തിരുവലഞ്ചുഴി ലിഫ്റ്റ് ഇറിഗേഷന് മുൻപിലാണ്. ഇവിടെ 3 മോട്ടോറുകളാണുള്ളത്. ആകെ കൂടി 400 HP വരുന്ന മോട്ടോറുകളിൽ 395 HP, 5 HP വാക്വം പമ്പ് ഒഴിച്ച് 395 HP കൃത്യമായി ഇടവേളകളിൽ മാറി മാറി അടിച്ചാൽ മാത്രമാണ് ഇവിടുത്തെ രൂക്ഷമായ ആ വരൾച്ച നിന്ന് എല്ലാവർക്കും സുലഭമായ രീതിയിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുക. ആ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുമ്പോഴാണ് ആളുകൾക്ക് കുടിവെള്ള സ്രോതസ് കൂടി പരിപോഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോവുകയുള്ളൂ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ മോട്ടറുകളെല്ലാം കംപ്ലൈൻറ്റ് മാറ്റി
അതിൻ്റെ ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പുലർ കംപ്ലൈൻ്റ് ഉണ്ട്, മീറ്ററുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. നിലവിൽ ഇവിടുത്തെ 150 HP മോട്ടോർ അഴിച്ചു കൊണ്ടുവരികയാണ്. അത് എത്രയും വേഗം പണി പൂർത്തീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന്, ഇപ്പോൾ ബഹുമാനായ ജയഞ്ചേട്ടനാണ് ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന പഞ്ചായത്ത് അംഗം. അദ്ദേഹം വലിയൊരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രദേശത്തേക്ക് വെള്ളം എത്തുന്നില്ല. ഈ പമ്പ് ഹൗസിൽ നിന്ന് 6ഓളം വാർഡുകളിലേക്കാണ് വെള്ളം എത്തുന്നത്. അത്രമാത്രം വലിയ ആയക്കെട്ടുള്ള പ്രദേശമാണ് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ കീഴിലുള്ളത്. ഈ ലിഫ്റ്റ് ഇറിഗേഷനും കാഞ്ഞൂർ എടനാട് ലിഫ്റ്റ് ഇറിഗേഷനുമാണ് ഏറ്റവും പ്രധാനമായി ഒരുപാട് വാർഡുകളെ ബാധിക്കുന്ന പ്രദേശം. വെള്ളാരപ്പള്ളി ചാലിൽ നിന്നുള്ള ഒരു ലീഡിംഗ് ചാനൽ അത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവിടേക്ക് വെള്ളം എത്താത്ത സാഹചര്യം വരുമ്പോൾ ഈ തിരുവലഞ്ചുഴി ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്നുള്ള വെള്ളം ചെല്ലുമ്പോഴാണ് ഒരു പരിധിവരെ 13ാം വാർഡിൻ്റെ പാലസ് റോഡ് ഭാഗവും പുതിയേടം ഭാഗവും ലാപ്ലിമുക്ക് ഭാഗവും ഒക്കെ കൃത്യമായി നനഞ്ഞ് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ 2 ദിവസം വെച്ചാണ് ഇവിടെ നിന്ന് ഓരോ മേഖലയിലേക്ക് വെള്ളം കൊടുക്കുന്നത്. അവിടേക്കൊന്നും വെള്ളം എത്താത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ അനാസ്ഥ വെടിഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായ തീരുമാനങ്ങളെടുത്ത് അതിശക്തമായ പ്രതിഷേധങ്ങളെ നേരിടേണ്ട അവസ്ഥയിലേക്ക് കടന്നു പോകാതെ, ഞങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു പോകാതെ എത്രയും വേഗം ഈ തീരുമാനങ്ങളെടുത്ത് എല്ലായിടത്തും മോട്ടോറുകൾ AMC മുഖാന്തിരം കൃത്യമായി സമയാസമയങ്ങളിൽ ബന്ധപ്പെട്ടാൽ അതാത് സമയങ്ങളിൽ കൃത്യമായി നന്നാക്കി പോകുന്ന അവസ്ഥയിലായില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അതിശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളുമായി ഭരണസമിതിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ മുഴുവനും വന്നിരിക്കും എന്നുള്ള കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്.